അപ്പോൾ ഇന്നത്തെ വീഡിയോ ലഞ്ചിൽ നിന്ന് തുടങ്ങിയാണ് കേട്ടോ. ഞാനപ്പോൾ ഒരു ഫിലിമൊക്കെ കണ്ടുകൊണ്ടിരുന്ന് ലഞ്ച് കഴിക്കുകയാണ്. ബിരിയാണിയാണ് പുറത്തുനിന്നാണ് വാങ്ങിയത്. ഓഫ് കിട്ടുന്ന ദിവസമാണ് എനിക്ക് കുറച്ച് നേരം കിടന്ന് ഉറങ്ങാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഇപ്പോൾ എസ്തറിന് അവധിയും കൂടെ ആയതുകൊണ്ട് അവളെ സ്കൂളിൽ വിടാനായിട്ട് രാവിലെ എഴുന്നേൽക്കണ്ടല്ലോ. അപ്പോൾ സുഖമായിട്ട് കിടന്ന് ഉറങ്ങാം. അച്ചാച്ചൻ ഡ്യൂട്ടിയിലാണ് കേട്ടോ. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. പിന്നെ വൈകിട്ടത്തെ പരിപാടിയിലോട്ട് ഞാൻ കയറിയിട്ടുണ്ട് കേട്ടോ. ഡിന്നർ എന്തെങ്കിലും നമ്മൾ ഉണ്ടാക്കണമല്ലോ. വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ നാളെ ഡ്യൂട്ടിയുണ്ട്, എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ മടി പിടിച്ച് കയറുന്നത്. എനിക്കറിയാം കേട്ടോ, എനിക്ക് മാത്രമല്ല ഈ എന്ത് ഫുഡ് ഉണ്ടാക്കും എന്ത് വെക്കും എന്നുള്ള ചിന്തയുള്ളത് മിക്ക പെൺകുട്ടികൾക്കും അല്ല വീട്ടമ്മമാർക്ക് ഇതൊക്കെ ആയിരിക്കും ചിന്ത. എന്തായിരിക്കും ഇന്ന് ഉണ്ടാക്കണ്ടേ എന്നല്ലേ. അപ്പം ഞാനിന്ന് ക്യാരി ഫുഡിൽ നിന്ന് വിളിച്ച് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ നമുക്ക് വീട്ടിൽ കൊണ്ടുതരും. ഞാൻ കുഞ്ഞമ്മത്തിയാണ് എൻ്റെ മനസ്സ് ഞാൻ ഉദ്ദേശിച്ചത്, പക്ഷേ എനിക്ക് കിട്ടിയത് വലിയ മത്തിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സേഫായിട്ട് ഇരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ കൃപയാലും ഞാനും അച്ചാച്ചനും എസ്തറും കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ക്രിസ്മസ് ആവാറായില്ലേ. എൻ്റെ ദൈവമേ, ഒരു വർഷം പോയത് അറിഞ്ഞേയില്ല. ഇനി 2025 പ്രതീക്ഷ. ഓരോ വർഷം ആരംഭിക്കുമ്പോഴും നമ്മൾ വിചാരിക്കുമോ ഈ വർഷം നല്ല കുഴപ്പമൊന്നുമില്ല, കഴിഞ്ഞ വർഷത്തേക്കാളും നല്ല ഗംഭീര വർഷമായിരിക്കുന്നു. പറഞ്ഞിട്ട് കാര്യമില്ലല്ലേ. മനുഷ്യൻ്റെ ജീവിതത്തിൽ സങ്കടവും സന്തോഷവും ഒക്കെ ഇങ്ങനെ മിക്സായിട്ട് വരും. നമ്മളൊക്കെ അതൊക്കെ തരണം ചെയ്ത് പോവുക. പിന്നെ ദൈവത്തിൻ്റെ ഒരു കൃപ കൊണ്ട് കുഴപ്പമൊന്നുമില്ലാതെ എല്ലാവരും പോട്ടെ എന്ന് ആശംസിക്കുന്നു കേട്ടോ. വർഷം ഇങ്ങനെ കടന്നു പോകുമ്പോൾ നമുക്കും പ്രായമാകുന്നു. എസ്തർ വളർന്നു വരുന്നു. എച്ചാപ്പിക്ക് ഇപ്പോൾ സ്കൂൾ അവധിയാണ് കേട്ടോ. ഇനി ജനുവരി 6 സ്കൂളിൽ പോയാൽ മതി. നമുക്ക് പിന്നെ എല്ലാ ദിവസവും ഡ്യൂട്ടി ഉണ്ട്. ഇന്ന് എൻ്റെ ഓഫ് ഡേ ആയിരുന്നു. നാളെ ഇനി ഡ്യൂട്ടി ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഓർക്കുമ്പോഴത്തേക്ക് ഇപ്പോഴേ മടിയായി. കാരണം ഇവിടെ ഇപ്പോൾ നല്ല തണുപ്പ് തുടങ്ങിയിട്ടുണ്ട്. സാധാരണ ഒക്ടോബർ ലാസ്റ്റ് നവംബറൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്ന കേട്ടോ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ പേഴ്സണലി വലിയ തണുപ്പായിട്ട് തോന്നുന്നു ഇപ്പോൾ ഈ ഡിസംബർ ലാസ്റ്റ് ആവാറായപ്പോഴാണ് കേട്ടോ. ശരിക്കും രാവിലെ എഴുന്നേൽക്കാനേ തോന്നത്തില്ലേ. ഈ വെട്ടമൊന്നും കാണത്തില്ല. അല്ലെങ്കിൽ ഈ കർട്ടൻ്റെ അകത്തൂടെ വെട്ടം വരുമ്പോൾ നമുക്കറിയാമല്ലോ രാവിലെ ആയെന്ന്. ഇപ്പം നമ്മൾ ഇങ്ങനെ ക്ലോക്കിൽ നോക്കുമ്പോൾ ഇത്ര പെട്ടെന്ന് സമയം പോയോ. ചില സമയത്ത് കിടന്നുറങ്ങുമ്പോൾ ഞാൻ വിചാരിക്കും രാവിലെ നോക്കുമ്പോൾ 6:30 ഞാൻ ഓർക്കും ദൈവമേ, ഞാൻ ഇപ്പോഴല്ലേ ഉറങ്ങിയത്, എന്താണ് ഇത്ര നേരത്തെ ദിവസം ആയെന്നൊക്കെ വിചാരിച്ച് സങ്കടപ്പെട്ട് ഡ്യൂട്ടിക്ക് പോകും കേട്ടോ. അങ്ങനെ ക്രിസ്മസും പുതിയ വർഷമൊക്കെ വരാനായിട്ട് പോവുകയാണ്. എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസും നല്ലൊരു പുതുവർഷം ആവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു കേട്ടോ. ഇടയ്ക്ക് വാക്കുകളൊക്കെ ഇങ്ങനെ തെറ്റിപ്പോകുന്നുണ്ടേ. ശരിക്കും പറഞ്ഞാൽ ഞാൻ കുക്ക് ചെയ്യുമ്പോൾ ഏറ്റവും മിസ് ചെയ്യുന്നത് ആരെയാണെന്നറിയോ? എന്നെപ്പോലെ തന്നെ ആയിരിക്കും ഇവിടെ പ്രവാസികളായിട്ടുള്ള എല്ലാവരും. അവരവരുടെ അമ്മമാരെ ആയിരിക്കും അല്ലേ. ശരിക്കും പറഞ്ഞാൽ കുഞ്ഞിലെ അമ്മ ഞാൻ അങ്ങനെ നമുക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ എന്ന് ഇങ്ങനെ ഇപ്പോൾ ആലോചിക്കുമ്പോൾ വലുതായിട്ടൊന്നും ഹെൽപ്പ് ചെയ്തിട്ടില്ല. അമ്മ തന്നെ ആയിരുന്നു എല്ലാം ചെയ്യുന്നത്. അന്ന് നമുക്കിതിൻ്റെ സീരിയസ്നെസ് ഒന്നും അറിയത്തില്ലല്ലോ. ആ പ്രായത്തിൻ്റെ ഒരു ഇതായിരിക്കും. ഇപ്പം ഞാൻ വിചാരിക്കും കേട്ടോ, ഞാൻ ഈ ഒരു പ്രായത്തിലെത്തുമ്പോൾ അമ്മയെ കുറച്ചുകൂടെയൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യേണ്ടതായിരുന്നു എന്ന്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ കുഞ്ഞിലെ കുക്കിങ്ങേ അറിയത്തില്ലായിരുന്നു, ഒന്നും അറിയില്ലായിരുന്നു. ഞാൻ നഴ്സിംഗ് പഠിച്ചത് ബാംഗ്ലൂരാണ് കേട്ടോ. അപ്പോൾ അവിടെ അക്കോമഡേഷൻ ഉണ്ടല്ലോ, ഹോസ്റ്റലിൽ നിന്നല്ല പഠിക്കുന്നത്. അവിടെ നമുക്ക് ഫുഡ് കിട്ടുമായിരുന്നു. പിന്നെ ഹൈദരാബാദിലാണ് ജോലിക്ക് കയറിയത്, അതും ഹോസ്റ്റലിൽ നിന്നാണ്. അപ്പോൾ അവിടെ 3 നേരം നമുക്ക് ഫുഡ് കിട്ടും. പിന്നെ ഞാൻ ദുബായ് വന്നു കഴിഞ്ഞപ്പോഴാണ് കുക്കിങ്ങിൻ്റെ കാര്യം. അത് ഞാനും ഒരു ഫ്രണ്ടോട് ഒന്നിച്ചാണ് കുക്ക് ചെയ്യാൻ ആദ്യം തുടങ്ങിയത് കേട്ടോ. ആ കുട്ടിക്ക് നന്നായിട്ട് കുക്കിങ്ങൊക്കെ അറിയാമായിരുന്നു. എനിക്ക് ശരിക്കും വലുതായിട്ടൊന്നും അറിയത്തില്ല. ശരിക്കും പറഞ്ഞാൽ ഒന്നും അറിയത്തില്ല. ഞങ്ങൾ ഒന്നിച്ച് കുക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ കുറച്ച് പ്രശ്നങ്ങൾ, മീൻസ് എനിക്കിഷ്ടപ്പെട്ടതായിരിക്കത്തില്ല അവൾക്ക് ഇഷ്ടപ്പെടുന്നത്. അവൾ കുക്ക് ചെയ്ത് വെക്കുന്നത് ഞാൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കഴിക്കണം, അങ്ങനെയൊക്കെ ഒരു സ്വരച്ചേർച്ച വന്നപ്പോഴത്തേക്കും ഞങ്ങൾ ആ പരിപാടി ഒന്നിച്ചുള്ള കുക്കിങ് നിർത്തി. ഞാൻ സ്വന്തമായിട്ടും ആ കുട്ടി സ്വന്തമായിട്ടും കുക്ക് ചെയ്യാനായിട്ട് പോയി കേട്ടോ. അപ്പം മുതലാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ കുക്കിങ് പഠിക്കാൻ ആരംഭിച്ച് തുടങ്ങിയത് കേട്ടോ. ഫ്ലോപ്പൊന്നും ആയിപ്പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കുഞ്ഞു തോരനും മീൻകറിയൊക്കെ വെക്കാൻ പഠിച്ചത് ഇവിടം വരെ എത്തി കേട്ടോ. ശരിക്കും പറഞ്ഞിപ്പോൾ ഓരോന്നൊക്കെ കുക്ക് ചെയ്ത് അച്ചാച്ചന് കൊടുക്കുമ്പോഴൊക്കെ നല്ലതാണെന്ന് പറയുമ്പോൾ ഞാൻ ഓർക്കുന്നതും ഇതൊക്കെ ഞാൻ തന്നെ ചെയ്തതാണോ എന്ന്. കാരണം കുഞ്ഞിലെ നമ്മളൊന്നും ചെയ്യാത്തതല്ലേ, തന്നെ ഇതൊക്കെ പഠിച്ച് വന്നതാണ് കേട്ടോ. ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ കുഞ്ഞിലത്തെ ഓരോ കാര്യങ്ങൾ റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത് കേട്ടോ. എനിക്ക് കോമ്പിനേഷൻ ഏറ്റവും ഇഷ്ടം മീൻകറി. അമ്മ മീൻകറി അവിയലും വെക്കുന്നതിൻ്റെ അന്ന് ഞങ്ങൾ 3 പേരും മാറി കയറി ഫുഡ് കഴിക്കുവേ. വൈകിട്ട് അമ്മ
കലം നോക്കുമ്പോഴായിരിക്കും അതിനകത്ത് ചോറൊന്നും ഇല്ലെന്ന് കാണുന്നത് കേട്ടോ. നമ്മളിങ്ങനെ മാറി മാറി ഇരുന്ന് കഴിക്കും. മീൻകറി, അത് സ്പെഷ്യലി അയിലക്കറി കേട്ടോ. അയിലക്കറി വെക്കുന്നതിൻ്റെ അന്നും പിന്നെ അതിൻ്റെ കൂടെ അവിയലൂടെ ഉണ്ടെങ്കിൽ പിന്നെ പറയേ വേണ്ട. പിന്നെ ഭയങ്കര വിശപ്പായിരിക്കും. മാറി മാറി ചോറ് പോയി ഉണ്ട് വൈകിട്ട് അമ്മ നോക്കുമ്പോൾ ചോറ് കാണത്തില്ല. പാവം പിന്നെയും ചോറിടും കേട്ടോ. കഷ്ടം. ഞാനിപ്പോൾ അതൊക്കെ ഓർക്കാറുണ്ട്. അതുപോലെ പൂരി ഉണ്ടാക്കുന്ന ദിവസം, പൂരി ഉണ്ടാക്കുന്നതിൻ്റെ അന്ന് പിന്നെ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം. അങ്ങനെ എപ്പോഴും ഒന്നും പൂരി ഉണ്ടാക്കത്തില്ലല്ലോ. പൂരി ഉണ്ടാക്കുന്നതിൻ്റെ അന്ന് അമ്മ ഇങ്ങനെ ഉണ്ടാക്കി ഇടും. നമ്മൾ ഓരോ പൂരികൾ പോയി എടുക്കും, കഴിക്കും. അമ്മ ലാസ്റ്റ് പറയും മതി, നിർത്തിക്കോ എന്ന് പറയുന്നിടം വരെ നമ്മൾ നിർത്തത്തില്ല കേട്ടോ. ഇങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ നമ്മൾ 3 പേരുണ്ടായിരുന്നല്ലോ. അതൊക്കെ ഞാനിപ്പോൾ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുകയാണേ. ശരിക്കും ഞാൻ ഓർക്കും കേട്ടോ, ഞങ്ങൾ 3 പേരെയും കൊണ്ട് അമ്മ എങ്ങനെയാണ് ഇതെല്ലാം മാനേജ് ചെയ്ത് പോയതെന്ന്. എനിക്കിപ്പോൾ ഒരാളല്ലേ ഉള്ളൂ. എന്നിട്ടും ഞാൻ ചില സമയത്ത് വിചാരിക്കും, അയ്യോ ഇതൊക്കെ എങ്ങനെ ചെയ്യുന്നേ. അന്നേരം അമ്മയെപ്പറ്റി ആലോചിക്കുമ്പോൾ ഓർക്കും, ഞങ്ങൾ 3 പേരെയും വളർത്തി ഇത്രയും വലുതാക്കി. ഒരാളെ സ്കൂളിൽ വിടണം, 2 പേരും കുഞ്ഞതായിരിക്കും. അന്ന് അപ്പച്ചനുണ്ട്, പപ്പായുടെ അച്ഛനുണ്ട്. അപ്പച്ചൻ ഇടയ്ക്ക് ഹോസ്പിറ്റലിലാവും. എല്ലാം അമ്മ എങ്ങനെ മാനേജ് ചെയ്തു എന്നൊക്കെ ഇപ്പം ഞാൻ ഒരമ്മ എന്നുള്ള സ്ഥാനത്ത് എത്തുമ്പോഴാണ് കേട്ടോ കൂടുതൽ ചിന്തിക്കുന്നതും. അമ്മയുടെ ആ ഒരു സാക്രിഫൈസ് നമുക്ക് വേണ്ടി ചെയ്തതിനെ പറ്റിയൊക്കെ ഒരു മനസ്സിലാലോചിക്കുമ്പം എന്തോ ഒരു സങ്കടം. ശരിക്കും ഇത് ഞാനിപ്പോൾ പറയുമ്പം ഞാനിപ്പോൾ ഏറ്റവും മിസ് ചെയ്യുന്നതും ഇപ്പം ഞാൻ കാണണമെന്ന് ആഗ്രഹിക്കുന്നതും അമ്മയെ തന്നെയാണ് കേട്ടോ. അപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ എന്താ പപ്പയെ പറ്റി പറയാത്തതെന്ന്. പപ്പ ഗൾഫിലായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ 3 പേരും നിന്നത് കൂടുതൽ അമ്മയുടെ കൂടെ ആയതുകൊണ്ട് ഇച്ചിരി കൂടെ ഒരു അറ്റാച്ച്മെൻറ്റ് അമ്മയോടാണ്. ശരിക്കും പറഞ്ഞാൽ 3 പെൺപിള്ളേരെ പഠിപ്പിച്ച് വലുതാക്കി, 2 പേരെ കല്യാണം കഴിച്ചു. ഇളയാൾ മെഡിസിന് പഠിച്ച് കഴിഞ്ഞു, വീട്ടിലുണ്ടിപ്പം. അത്രയൊക്കെ ചെയ്യാൻ ഒരു സ്ത്രീക്ക് പറ്റുമോ എന്നൊക്കെ ഞാൻ വിചാരിക്കും. കാരണം ഇപ്പം ഞാൻ എൻ്റെ ഒരു കുടുംബജീവിതം തുടങ്ങിയിട്ട് ഇത്ര വർഷമായതേ ഉള്ളൂ. ഒരു കുഞ്ഞേ ഉള്ളൂ ഇപ്പോൾ. എന്നിട്ടും ഓരോരോ പ്രശ്നങ്ങൾ വരുമ്പോൾ ഇങ്ങനെ നമ്മൾ വിചാരിക്കത്തില്ല, എങ്ങനെ അമ്മയ്ക്ക് ഇതൊക്കെ സാധിച്ചു എന്ന് ഞാൻ വിചാരിക്കാറുണ്ട് കേട്ടോ. ഇങ്ങനെ വർത്തമാനം പറഞ്ഞ് എൻ്റെ മീൻകറി ഏകദേശം ഇവിടെ ശരിയായിക്കൊണ്ടിരിക്കുന്നുണ്ടേ. എനിക്ക് ചിക്കനേക്കാളും ഇഷ്ടം മീൻ കറിയാണ് കേട്ടോ. മീനിനോടാണ്, മീൻ വറുത്തത് അല്ലെങ്കിൽ മീൻ പറ്റിച്ചത്, മീൻ കറിയൊക്കെ ഇല്ലേ. അച്ചാച്ചന് മുളകിട്ട മീൻ കറിയേക്കാളും ഇഷ്ടം തേങ്ങ അരച്ച് വെക്കുന്നതാണ് കേട്ടോ. പക്ഷേ എനിക്ക് ഈ മുളകിട്ടതാണ് ഇഷ്ടമേ. അതുകൊണ്ടാണ് ഞാൻ മുളകിട്ടത്. അയിലൊക്കെ ആണെങ്കിൽ ഞാൻ ഓർത്ത് ഓക്കെ തേങ്ങ അരച്ച് വെക്കാമെന്ന്. പിന്നെ ഇന്ന് മത്തി മതിയെന്ന് നമ്മളാണല്ലോ പിന്നെ മെനൂസൊക്കെ തീരുമാനിക്കുന്ന ആൾക്കാർ. അച്ഛൻ വരുമ്പം കഴിക്കുന്നു എന്നല്ലാതെ മെനു എന്താണ് എന്ന് തീരുമാനിക്കാനുള്ള അവകാശം നമുക്ക് മാത്രമാണല്ലോ അല്ലേ. അങ്ങനെ മീൻകറി ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ കേട്ടോ കുഴപ്പമില്ല. ആദ്യം ടേസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ ചെറുതായിട്ട് പുളി വേണോ, പുളി എടുത്ത് മാറ്റണോ എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ പിന്നെ ഞാൻ മാറ്റാനൊന്നും പോയില്ല. കുറച്ച് നേരം അത് പുളിയൊക്കെ ആയിട്ടിരിക്കുമ്പോൾ സെറ്റ് ആവുമല്ലോ. അങ്ങനെ നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ടേ. മീൻകറിയുടെ കൂടെ കോവയ്ക്ക മെഴുക്കോട്ടി വെക്കാമെന്ന് വെച്ചു കേട്ടോ. അപ്പോൾ കുൽഫി ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു, അത് ഞാൻ കഴിക്കുവാണ് കേട്ടോ. നല്ല തണുപ്പാണ് ഇവിടെ. അപ്പോൾ കുൽഫിയും കൂടെ നല്ല സെറ്റാവത്തില്ലേ. ശരിക്കും കോവയ്ക്ക ഞാൻ കുറച്ചുകൂടെ പ്രതീക്ഷിച്ചായിരുന്നു. ഈ കുറച്ച് മതി എന്ന് പറയുമ്പം അവർ കുറച്ചല്ലേ തരത്തുള്ളൂ. നമുക്കവിടെ പോയി മേടിക്കാനുള്ള മടി കൊണ്ടാണ് കേട്ടോ വിളിച്ച് ഓർഡർ ചെയ്യുന്നത്. അപ്പോൾ ഉള്ളതൊക്കെ വെച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. എനിക്ക് മീൻ കറി മതി. മീൻ കറിക്കകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടം മീൻ തലയാണ് കേട്ടോ. അത് വറക്കുവാണെങ്കിലും വേവിക്കുവാണെങ്കിലും ഒക്കെ ഇവിടെ തല കൂട്ടുന്നത് ഞാൻ മാത്രമേ ഉള്ളൂ. എസ്തറാണെങ്കിലും അച്ചാച്ചനാണെങ്കിലും തല തിരിഞ്ഞ് നോക്കത്ത് പോലും ഇല്ല. അതുകൊണ്ട് തലയുടെ ആൾ ഞാനാണ് കേട്ടോ. അപ്പോൾ കോവയ്ക്ക മെഴുക്കോട്ടി എണ്ണ കുറച്ച് കുറവായതുകൊണ്ട് ഞാൻ വെള്ളത്തിൽ ഇങ്ങനെ വെച്ചിട്ട് ആവി കയറ്റി അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന അമ്മയുടെ റെസിപ്പീസും അമ്മയുടെ കാര്യമൊക്കെ അല്ലേ. ശരിക്കും അമ്മ വെക്കുന്ന കോവയ്ക്ക മെഴുക്കോട്ടിയൊക്കെ ഭയങ്കര ടേസ്റ്റായിരുന്നില്ലേ. ഈ ലോകത്ത് എവിടെ പോയാലും അമ്മ വെക്കുന്നതിൻ്റെ ആ ഒരു ടേസ്റ്റ് എങ്ങും കിട്ടത്തില്ല. ഞാനിവിടെ ഓരോന്നൊക്കെ ചെയ്യുമ്പോഴേ വിചാരിക്കും നാട്ടിൽ ചെല്ലുമ്പോൾ അങ്ങനെ ചെയ്ത് അമ്മയ്ക്ക് കൊടുക്കണമെന്ന്. എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ടേ. പക്ഷേ നാട്ടിൽ ചെന്ന് കഴിയുമ്പോൾ വീണ്ടും നമ്മൾ അമ്മയുടെ ആ കുഞ്ഞു പിള്ളേരായി പോകും കേട്ടോ. അമ്മയ്ക്കപ്പം നമുക്ക് ഓരോന്ന് എന്താണ് കുഞ്ഞിലേ നമ്മളെ നോക്കിയ പോലെ ഇപ്പോഴും കല്യാണം കഴിഞ്ഞ് എനിക്കൊരു കുഞ്ഞാണെങ്കിലും എൻ്റെ ഇഷ്ടങ്ങൾ അറിഞ്ഞ് എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്നത് അമ്മയാണ് കേട്ടോ. നാട്ടിൽ ചെല്ലുമ്പോൾ അമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹമാണ് അത് വെച്ച് തരണം, ഇത് വെച്ച് തരണം. പോകുന്നതിൻ്റെ അന്നപ്പോൾ ഇങ്ങനെ പറയൂ, അതെനിക്ക് നിനക്ക് ഉണ്ടാക്കി തരാൻ പറ്റിയില്ലല്ലോ എന്ന്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ എത്ര വലുതാണെങ്കിലും നമ്മളെന്നും അമ്മമാരുടെ കുഞ്ഞുങ്ങൾ തന്നെയാണ് ഇല്ലേ.
അതൊക്കെ ആലോചിക്കുമ്പോൾ ഞാൻ ശരിക്കും അമ്മേനെ ഞാൻ ഒരുപാട് ഇപ്പം മിസ് ചെയ്യുന്നുണ്ട്. എന്തായാലും ദൈവം സഹായിച്ച് അടുത്ത വർഷം നാട്ടിൽ പോകണം. എല്ലാ വർഷവും ഞങ്ങൾ നാട്ടിൽ പോകുന്നതാണ് കേട്ടോ. 2024 പോയില്ല, 2025 ഇനിയും പോകണം. അതുവരെ ഇനി മിസ്സിങ് ആണ്. വീഡിയോ കോളൊക്കെ വിളിക്കുമ്പോഴും ഭയങ്കര ഒരു മിസ്സിങ്. ഞാൻ LKG മുതൽ 10ാം ക്ലാസ് വരെ ഒരു സ്കൂളിലാണ് പഠിച്ചത് കേട്ടോ. ആ സ്കൂളിൽ കുറച്ച് ദൂരമുണ്ട്, ബസ്സൊക്കെ കയറിയാണ് പോകുന്നത്. ചില ദിവസങ്ങളിലൊക്കെ ചിലപ്പോൾ അമ്മ എഴുന്നേൽക്കാൻ ലേറ്റായി പോകുന്നതായിരിക്കും, അല്ലെങ്കിൽ ചോറ് വേകാത്തതിൻ്റെ പ്രശ്നം കൊണ്ടൊക്കെ ആയിരിക്കും. അപ്പം ഞാൻ ഇറങ്ങുന്ന സമയത്ത് ചോറൊന്നും ആകാത്തപ്പോഴുണ്ടല്ലോ അമ്മയോട് ഞാനിങ്ങനെ ദേഷ്യപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അമ്മ എന്താണ് അത് ചെയ്യാത്തതെന്നൊക്കെ പറഞ്ഞിട്ട് ചോറൊന്നും ഇല്ലാതെ ഞാൻ പോകുമ്പോൾ ഉണ്ടല്ലോ പാവം അമ്മ ആ ചോറുമായിട്ട് ആ ബസ് കയറി എൻ്റെ സ്കൂളിൽ വന്നിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഞാനിപ്പോൾ ആലോചിക്കുമ്പോൾ ഉണ്ടല്ലോ ശരിക്കും സങ്കടം വരുന്നു. ശരിക്കും ആ ചോറുമായിട്ട് അമ്മ വന്നു എന്ന് ടീച്ചർ പറയുമ്പോഴാണ് ഞാൻ നോക്കുന്നത്, എന്താ ആ ചോറായിട്ട് വരുവാണ്. കഷ്ടം, അത്രയും ആ ഒരു മനസ്സിൻ്റെ ആ ഒരു ഇതുകൊണ്ടില്ലേ. ഒത്തിരി ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ സങ്കടത്തിലോട്ട് പോകേണ്ടി വരും. അങ്ങനെ എൻ്റെ ഫുഡെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. മീൻകറി സെറ്റായിട്ടുണ്ട്. അന്നേരം നമുക്ക് ചോറുണ്ടാലോ. അങ്ങനെ മീൻകറിയും ചോറും കോവയ്ക്ക മെഴുക്കുവരട്ടിയും മീൻ വറുത്തതും. ഈ ഇടയ്ക്ക് എനിക്ക് മെസ്സേജ് വരുന്നതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ നോട്ടിഫിക്കേഷൻ്റെ ഒരു സൗണ്ട് കേൾക്കുന്നത്. സോറി കേട്ടോ നിങ്ങൾക്ക് ഡിസ്റ്റർബ് ആയിട്ടുണ്ടെങ്കിൽ. അങ്ങനെ ഇവിടെ ചോറ് റെഡിയായി. HRPക്ക് വീണ്ടും മെസ്സേജ് വന്നുകൊണ്ടിരിക്കുകയാണേ. അപ്പം എസ്തർ ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നു, അച്ചച്ചൻ ഫുഡ് കഴിക്കുന്നു, ഞാനിവിടെ ഫുഡ് കഴിക്കുന്നത്. എന്തൊക്കെ പറഞ്ഞാലും അടിപൊളി ഫുഡായിരുന്നു കേട്ടോ, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പിന്നെ ഫുഡ് കഴിക്കുമ്പോൾ ഞങ്ങൾ സ്ഥിരം വെക്കുന്നത് അലയൻസിൻ്റെ സീരിയലാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.